ഗാസയിൽ ഇന്നലെ അപ്രതീക്ഷിത സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നിരവധി തവണ നെതന്യാഹു ഗാസ സന്ദർശിച്ചിട്ടുണ്ട്. എങ്കിലും ഹമാസിൻ്റെ ഏതാണ്ട് കഥ കഴിച്ച അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുമ്പോൾ നെതന്യാഹുവിൻ്റെ ഈ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ്. മാത്രവുമല്ല, ബന്ദികളുടെ മോചനം സംബന്ധിച്ചും വെടിനിർത്തൽ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ കൂടുതൽ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നെതന്യാഹു ഇപ്പോൾ ഗാസ സന്ദർശിക്കുന്നത്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഹമാസ് ഇനി ഒരിക്കലും ഗാസ ഭരിക്കില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മേഖലയിലെ ഇസ്രായേൽ സൈനിക ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചു. തീവ്രവാദികൾ ബന്ദികളാക്കിയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള വൻ പാരിതോഷികവും നെതന്യാഹു പ്രഖ്യാപിച്ചു. ഓരോ ബന്ദിയെ കണ്ടെത്തുന്നവർക്ക് $50 ലക്ഷം വീതമാണ് നൽകുക എന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ബന്ദികളുടെ മോചനത്തിനായി എത്ര കോടി രൂപ വേണമെങ്കിലും ചെലവാക്കുമെന്ന് നേരത്തെ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു.